ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. എല്ലാവരും ഒന്ന് ജോയിൻ ആവട്ടെ കേട്ടോ. ഒരു 2 minutes വെയിറ്റ് ചെയ്യാം. എല്ലാവരും ഒന്ന് ജോയിൻ ആവട്ടെ. ഞാൻ അപ്പോഴത്തേക്ക് സ്ക്രീൻ ഷെയർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെഷൻ കഴിയുമ്പോൾ ഹാൻഡ് റൈസ് ചെയ്താൽ മതി. ഞാൻ മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് തരാം, അപ്പൊ ചോദിക്കാം കേട്ടോ, ഇതുമായിട്ട് റിലേറ്റഡ്. അതുപോലെ ഇന്ന് നമ്മൾ ഈ സെഷനിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ടീം മീറ്റിങ്ങിലോ നിങ്ങളുടേതായ സൂം സെഷനിലോ നിങ്ങൾ ടീം മെമ്പേഴ്സിനെ എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം അതുകൊണ്ടുള്ള ബെനിഫിറ്റ് ടീം ലീഡേഴ്സിന് തന്നെയാണ്. കാരണം കുറെ അധികം കാര്യങ്ങളിൽ അവർ അതിൻ്റെതായ കറക്ഷൻസ് ഒക്കെ അവരവർ തന്നെ ചെയ്തോളും. അതുകൊണ്ടാണ് കേട്ടോ. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ചാറ്റിൽ പറഞ്ഞേക്കണേ. ഉണ്ടല്ലേ? താങ്ക് യു റസീന നസർ, താങ്ക് യു. ഇന്ന് നമ്മൾ മെയിൻലി പറയുന്നത് KYC NEFT ഗൈഡ് ലൈൻസിനെ കുറിച്ചാണ്. എന്തിനാണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നമുക്ക് ഒരുപാട് പ്രൊമോഷൻസ്, ഒരുപാട് ഓഫേഴ്സ്, എക്സ്ട്രാ PV ഓഫർ, ഡബിൾ PV ഓഫർ, 50 PV ഓഫർ, ഇങ്ങനെ ഒരുപാട് ഓഫേഴ്സ് വരാറുണ്ട്. ഓഫേഴ്സും പ്രോഗ്രാംസും ഒക്കെ എല്ലാം നമ്മൾ എലിജിബിൾ ആകണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ KYC അപ്രൂവ്ഡ് ആയിരിക്കണം. KYC അപ്രൂവ്ഡ് ആണെങ്കിൽ മാത്രമേ ഈ എക്സ്ട്രാ PV ഒക്കെ എലിജിബിൾ ആവുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ബോണസ് ഷെയർ ചെയ്യും. ബോണസ് എല്ലാ മാസവും അക്കൗണ്ടിൽ പേയ്മെന്റ് വരണം എന്നുണ്ടെങ്കിൽ NEFTക്കൊപ്പം KYCയും അപ്രൂവ്ഡ് ആയിരിക്കണം. അപ്പം ഇന്ന് നമ്മൾ പറയുന്നത് KYC ഏതൊക്കെ രീതിയിൽ അപ്ലോഡ് ചെയ്താൽ അപ്രൂവ് ആകും, ഏതൊക്കെ രീതിയിൽ വരുമ്പോഴാണ് KYC റിജക്ട് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ NEFT ഏതൊക്കെ രീതിയിൽ നമ്മൾ NEFT അപ്ഡേറ്റ് ചെയ്യുമ്പോഴാണ് NEFT റിജക്ഷൻ വരുന്നത്, എങ്ങനെ കൊടുത്താൽ നമുക്കത് അപ്രൂവൽ ആയി കിട്ടും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, KYC എന്താണ്? KYC, വൈ KYC, എന്തുകൊണ്ടാണ് നമുക്കിപ്പോ KYC കൊടുക്കാൻ പറയുന്നത്? മോദി കെയറിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? വൈ ഈസ് KYC ഇമ്പോർട്ടന്റ് ഇൻ മോദി കെയർ? ടു വാലിഡേറ്റ് ദ പേഴ്സൺ who is registering for better control and compliance with the norms to ensure higher standards of ethics and transparency. അതായത് ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു കൺസൾട്ടന്റ് അല്ലെ ഒരു കസ്റ്റമർ ആരായാലും, നമ്മളിപ്പോൾ ഏത് ഫീൽഡിൽ പോയാലും നമ്മളുടെ KYC, നോ യുവർ കസ്റ്റമർ, അത് നിർബന്ധമാണ്. നമ്മൾ മോദി കെയറിനെ സംബന്ധിച്ചോളം KYCയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, നമുക്ക് മന്ത്ലി ബോണസ് കിട്ടണം എന്നുണ്ടെങ്കിൽ NEFTയുടെ ഒപ്പത്തില് KYCയും അപ്രൂവ്ഡ് ആയിരിക്കണം. NEFTയുടെ കൂടെ KYCയും അപ്രൂവ്ഡ് ആയിരിക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മളുടെ ഓഫർ പ്രോഗ്രാംസ്, എക്സ്ട്രാ PV, ഡബിൾ PV, ഇതിനൊക്കെ നമുക്ക് എന്താ വേണ്ടേ? KYC അപ്രൂവ്ഡ് ആണെങ്കിൽ മാത്രമേ അവരുടെ എക്സ്ട്രാ PV അപ്ഡേറ്റ് ആവുള്ളൂ. അതുപോലെ തന്നെ ന്യൂ ജോയിനി ആയാലും പഴയ ഓൾഡ് ജോയിനി ആണെങ്കിലും ഇപ്പൊ ഒരു മാസം, ഇത് ഏത് മാസം? ജൂലൈ ഇപ്പൊ സപ്പോസ് നമ്മൾ 20 വരെ ഒരു ഓഫർ വെക്കുകയാണ്, എക്സ്ട്രാ PV വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 20-നുള്ളിൽ അവരുടെ KYC അപ്രൂവ്ഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ എക്സ്ട്രാ PV കിട്ടുള്ളൂ. ഓഫർ പീരീഡ് കഴിഞ്ഞിട്ട് കുറച്ച് നാളിന് ശേഷം അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് ഞാൻ കഴിഞ്ഞ മാസം എക്സ്ട്രാ PVക്ക് വേണ്ടി പർച്ചേസ് ചെയ്തു, പക്ഷേ എക്സ്ട്രാ PV ആഡ് ആയില്ല, അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരുന്നത് ഇതുകൊണ്ടിട്ടാണ്. ആ ഓഫർ പീരീഡിനുള്ളിൽ KYC അപ്രൂവ്ഡ് ആക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ ഓരോ പോസ്റ്റർ ഇഷ്യൂ ചെയ്യുമ്പോഴും അതിന്റെ താഴെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ വളരെ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്, ഈ ഒരു ഓഫർ എലിജിബിൾ ആകണമെങ്കിൽ കൺസൾട്ടന്റിന്റെ KYC അപ്രൂവ്ഡ് സ്റ്റാറ്റസിലായിരിക്കണം. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക, വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ മാൻഡേറ്ററി റിക്വയർമെന്റ് ടു ഓപ്പൺ എ DP. അതുപോലെ തന്നെ നമുക്ക് ഒരു DP റിക്വസ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആ കൺസൾട്ടന്റിന്റെ KYC അപ്രൂവ് ആയിരിക്കണം, NEFT അപ്രൂവ് ആയിരിക്കണം, പാൻ അപ്രൂവ് ആയിരിക്കണം.
അതുപോലെ തന്നെ കൺസൾട്ടന്റ് 13% ഉണ്ടാവേണ്ടത്. DPക്കുള്ളത് തന്നെ അത്. ഓക്കെ, ഇനി എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് KYCക്ക് എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് റിക്വയർമെന്റ് ഉള്ളത്? ID പ്രൂഫ് വേണം. നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാ ചോദിക്കുക? ID പ്രൂഫ് ചോദിക്കും. എന്തൊക്കെ ID പ്രൂഫാ നമുക്ക് കൊടുക്കാൻ പറ്റുക? പാൻ കാർഡ് കൊടുക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാം, പാസ്പോർട്ട് കൊടുക്കാം, ആധാർ കൊടുക്കാം, വോട്ടർ ID കൊടുക്കാം. പാൻ കാർഡ് കൊടുക്കാം, ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാം, പാസ്പോർട്ട് കൊടുക്കാം, ആധാർ കൊടുക്കാം, വോട്ടർ ID കൊടുക്കാം. ഇനി ചോദിക്കുന്നത് എന്താ? അഡ്രസ് പ്രൂഫാണ് നെക്സ്റ്റ് പേജ് ചോദിക്കുക. അഡ്രസ് പ്രൂഫിൽ നമുക്ക് എന്തൊക്കെ കൊടുക്കാം? അഡ്രസ് പ്രൂഫിൽ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാം, പാസ്പോർട്ട് കൊടുക്കാം, ആധാർ കൊടുക്കാം, വോട്ടർ ID കൊടുക്കാം, റേഷൻ കാർഡ് കൊടുക്കാം, ടെലിഫോൺ ബില്ല്, കറണ്ട് ബില്ല്, ഗ്യാസ് ബില്ല്, പാസ്ബുക്കിന്റെ സ്റ്റേറ്റ്മെന്റ്, പാസ്ബുക്ക് കോപ്പി ഓഫ് ബാങ്ക്, ഇത്രയും നമുക്ക് അഡ്രസ് പ്രൂഫായിട്ട് കൊടുക്കാം. ID പ്രൂഫായിട്ട് കൊടുക്കേണ്ടത് പറഞ്ഞു, അഡ്രസ് പ്രൂഫായിട്ട് കൊടുക്കേണ്ടത് പറഞ്ഞു. ഇനി ഇതില് ID പ്രൂഫായിട്ടും അഡ്രസ് പ്രൂഫായിട്ടും നമുക്ക് ഇതിൽ എന്തൊക്കെയാ കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ, ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് ID പ്രൂഫായിട്ടും അഡ്രസ് പ്രൂഫായിട്ടും കൊടുക്കാം. പാസ്പോർട്ട് നമുക്ക് ID പ്രൂഫായിട്ടും അഡ്രസ് പ്രൂഫായിട്ടും കൊടുക്കാം. ആധാർ കാർഡും നമുക്ക് ID പ്രൂഫായിട്ടും അഡ്രസ് പ്രൂഫായിട്ടും കൊടുക്കാം. വോട്ടർ ID സെയിം തന്നെ ID പ്രൂഫായിട്ടും അഡ്രസ് പ്രൂഫായിട്ടും കൊടുക്കാം. ഇതില് രണ്ടിലും കൂടെ പോകാത്തത് ഈ പാൻ കാർഡ് മാത്രമേ ഉള്ളൂ. പാൻ കാർഡ് നമുക്ക് ID പ്രൂഫായിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ, കാരണം അതിനകത്ത് അഡ്രസ്സിന്റെ പേജ് ഇല്ല. ഫോട്ടോ ID പ്രൂഫായിട്ട് മാത്രമേ നമുക്കത് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇൻ കേസ് ഇതിലിപ്പം ഏതെങ്കിലും ഒരു കൺസൾട്ടന്റിന് ഈ പറഞ്ഞ ഇപ്പം എന്താ ഡേറ്റ് ഓഫ് ബർത്തിലോ അല്ലെങ്കിൽ അഡ്രസ്സിലോ എന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അഡ്രസ്സ് നമ്മൾ മോദി കെയർ റെക്കോർഡ്സിൽ ക്ലിയർ ചെയ്തിട്ട് കൊടുത്താൽ മതി. വേറെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല. KYC റിജക്ട് ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ഡോക്യുമെന്റ് നമ്മൾ പറഞ്ഞു. ഇനി ഈ ഡോക്യുമെന്റ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്നാണ് ഇനി പറയുന്നത്. ഹൗ ടു അപ്ലോഡ് KYC നമുക്ക് മോദി കെയറിന്റെ ആപ്ലിക്കേഷൻ ത്രൂ കൊടുക്കാം. KYC നമുക്ക് മോദി കെയർ വെബ്സൈറ്റ് ത്രൂവും കൊടുക്കാം. മോദി കെയറിന്റെ ആപ്ലിക്കേഷൻ ത്രൂ കൊടുക്കാം, മോദി കെയറിന്റെ വെബ്സൈറ്റ് ത്രൂ നമുക്ക് കൊടുക്കാം. അത് എങ്ങനെയാ കൊടുക്കുന്നത് വെച്ചാല് ഇതില് നോക്കിയാൽ മനസ്സിലാവും. ഈ ഒരു ബ്ലൂ സ്ക്രീൻ കണ്ടോ? ഇത് മോദി കെയറിന്റെ വെബ്സൈറ്റിന്റെ പേജാണ്. ഓക്കെ, അതിൽ നമ്മൾ ലോഗിൻ ചെയ്യുക. മോദി കെയറിന്റെ വെബ്സൈറ്റ് www.modicare.com ലോഗിൻ ചെയ്യുക. വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് അതിൽ പ്രൊഫൈൽ ഓപ്ഷൻ ചൂസ് ചെയ്യുക. പ്രൊഫൈൽ ഓപ്ഷൻ കണ്ടോ? ഈ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്ന കണ്ടോ? ഇതാണ് പ്രൊഫൈൽ ഓപ്ഷൻ. പ്രൊഫൈൽ ഓപ്ഷൻ ചൂസ് ചെയ്തുമ്പോൾ അതിന്റെ താഴെ കുറച്ചധികം ഓപ്ഷൻസ് കാണും. കണ്ടോ? മൈ പ്രൊഫൈൽ, അപ്ഡേറ്റ് അഡ്രസ്, അപ്ഡേറ്റ് ഓൺലൈൻ അഡ്രസ്, അപ്ഡേറ്റ് KYC. കണ്ടോ? ഇതില് അപ്ഡേറ്റ് KYC ചൂസ് ചെയ്യാം. അപ്ഡേറ്റ് KYC ചൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അഗൈൻ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അവിടെ പ്രൂഫ് ടൈപ്പ് ചോദിക്കും, ഡോക്യുമെന്റ് നമ്പർ ചോദിക്കും, അത് അപ്ലോഡ് ചെയ്യാൻ ചോദിക്കും. അതിന്റെ താഴെ അഡ്രസ് പ്രൂഫ് ചോദിക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ എന്തൊക്കെയാ കൊടുക്കുന്നത്? ID പ്രൂഫ് കൊടുക്കും, അഡ്രസ് പ്രൂഫ് കൊടുക്കും. ഇതിൽ ഏതാണോ നമ്മുടെ ID പ്രൂഫ്, നമ്മൾ കൊടുക്കുന്ന ID പ്രൂഫ് ഏതാണോ അത് അവിടെ ചൂസ് ചെയ്യുക. ആ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ ഉണ്ടാവും. ഈ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ താഴെ നമുക്ക് കാണാൻ സാധിക്കും ഏതൊക്കെ പ്രൂഫ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ അത്രയും ഡോക്യുമെന്റിന്റെ ലിസ്റ്റ് അതിനകത്ത് ഉണ്ടാവും. ആദ്യം നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആധാർ ആണെന്നുണ്ടെങ്കിൽ ആധാറിന്റെ ആധാർ ചൂസ് ചെയ്യുക. ഡോക്യുമെന്റ് നമ്പർ ആയിട്ട് ആധാറിന്റെ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇമേജ് അപ്ലോഡ് ചെയ്യുക. ഫോട്ടോ ID പ്രൂഫ് ആ ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഫ്രണ്ട് പേജ് നമ്മൾ അപ്ലോഡ് ചെയ്യുക. കാരണം അതിലാണ് ഫോട്ടോയും പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ ഉള്ളത്. അഗൈൻ അഡ്രസ് പ്രൂഫ് ചോദിക്കുന്നു, നമ്മൾ അവിടെ ആധാറിന്റെ ബാക്ക് പേജ് കൊടുക്കുന്നു. കാരണം അഡ്രസ് ആധാറിന്റെ ബാക്ക് പേജിലാണ് ഉള്ളത്. സേവ് ചെയ്യുന്നു. അതിനുശേഷം വിത്തിൻ 24 hours KYC അപ്രൂവ് ആകും. ഒരുപാട് സമയം എടുക്കത്തില്ല KYC NEFT അപ്രൂവ് ആകാൻ. രണ്ടിനും 24 hours സമയം എടുക്കുള്ളൂ. 24 to 48 hours മാക്സിമം ആണ്. 48 അത്ര ഒന്നും എടുക്കത്തില്ല കേട്ടോ. ഇനി നമ്മൾ പറയുന്നത് എങ്ങനെയൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് KYC റിജക്ഷൻ വരുന്നത്, ഏതൊക്കെ രീതിയിൽ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് KYC അപ്രൂവ് ആകുന്നതെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, കോമൺ എറേഴ്സ് വൈൽ അപ്ലോഡിംഗ് ഡോക്യുമെന്റ്സ്. സാധാരണയായി സംഭവിക്കാറുള്ള മിസ്റ്റേക്സ്. ഫോർ എക്സാമ്പിൾ, ഡോക്യുമെന്റ് നമ്മൾ അപ്ലോഡ് ചെയ്തത് ഞാൻ നേരത്തെ കാണിച്ചല്ലോ. ഡോക്യുമെന്റ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്തത് ഏതാ? ഇവിടെ നമ്മൾ ആധാർ സെലക്ട് ചെയ്തു, ആധാർ കാർഡിന്റെ നമ്പർ കൊടുത്തു, ആധാറിന്റെ ഫോട്ടോ അറ്റാച്ച് ചെയ്തു. യൂഷ്വലി തെറ്റ് പറ്റാറുള്ളതെന്ന് വെച്ചാൽ ഡോക്യുമെന്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പാൻ കാർഡ് ആയിരിക്കും, ഡോക്യുമെന്റ് നമ്പർ മെൻഷൻ ചെയ്യുന്നത് വോട്ടർ ID യുടെ ആയിരിക്കും, അല്ലെങ്കിൽ ആധാറിന്റെ ആയിരിക്കും. അങ്ങനെ നമുക്ക് തെറ്റുപറ്റും.
ഇനി അല്ലെങ്കിൽ അഡ്രസ്സിന്റെ പേജ് മാത്രം നമ്മൾ ആധാർ കാർഡ് അറ്റാച്ച് ചെയ്യുമ്പോൾ അഡ്രസ് പേജ് മാത്രം നമ്മൾ വെക്കും. ഫോട്ടോ ഐ ഡി പ്രൂഫ് ആയിട്ട് വേറെ എന്തെങ്കിലും കൊടുത്തിട്ട് അഡ്രസ് പ്രൂഫ് മാത്രം നമ്മൾ അഡ്രസ്സിന്റെ പേജ് മാത്രം നമ്മൾ അഡ്രസ് പ്രൂഫ് ആയിട്ട് വെക്കും. ആധാറിന്റെ കാര്യം കേട്ടോ പറയുന്നത്. അപ്പൊ എന്താ പറ്റുക, അത് റിജക്ഷൻ ആവും. റിജക്ഷൻ ആവുന്നതിന്റെ മെയിൻ ഒരു പ്രധാന റീസൺ ആണ് ഈ ഒരു രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ, സപ്പോസ് നമ്മൾ ഒരു ജോയിനിങ് ചെയ്യാണ്, ജോയിനിങ് ചെയ്തു, ഫോട്ടോ ഐ ഡി പ്രൂഫായിട്ട് നമ്മൾ പാൻ കാർഡ് കൊടുത്തു, അഡ്രസ് പ്രൂഫായിട്ട് ആധാറിന്റെ ബാക്ക് പേജ് കൊടുത്താൽ ഷുവർ ആയിട്ടും അത് റിജക്ട് ചെയ്യും. വേറെ ഒരു കാര്യവും ഇല്ല, അതിൽ സിമ്പിൾ ആണ്, സിമ്പിൾ ലോജിക് ആണ്. കാരണം ആധാറിന്റെ ബാക്ക് പേജിൽ കൺസൾട്ടന്റിന്റെ പേരോ ഫോട്ടോയോ ഡേറ്റ് ഓഫ് ബർത്തോ ഒന്നുമില്ല. ഇത് വെരിഫൈ ചെയ്യുന്ന ഒരാൾക്ക് ഇത് ഈ പർട്ടിക്കുലർ കൺസൾട്ടന്റിന്റെ തന്നെയാണെന്ന് കൺഫേം ചെയ്യാൻ യാതൊരു ഓപ്ഷനും അവിടെ ഇല്ല. സോ യൂഷ്വലി അതെന്നാ ചെയ്യുക, അത് റിജക്ട് ചെയ്യും. സോ അതാണ് കോമൺ എറർ, ഏറ്റവും കൂടുതൽ പേർക്കും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് ആണത്. സോ അതുകൊണ്ട് ശ്രദ്ധിക്കുക, അപ്ലോഡ് ചെയ്യുമ്പം ഈ ബാക്ക് പേജ് കൊടുക്കുന്ന പോർഷനിൽ ഫ്രണ്ട് പേജും ബാക്ക് പേജും കൂടെ മെർജ് ചെയ്ത് ഒറ്റ ഇമേജ് ആയിട്ട് കൊടുത്താൽ അത് അപ്രൂവ് ആകും, റിജക്ട് ചെയ്യത്തില്ല. ഓക്കെ. ഇനി നെക്സ്റ്റ്, ഡോക്യുമെന്റ് നോട്ട് ഇൻ ദ നെയിം ഓഫ് മെയിൻ ആപ്ലിക്കന്റ്. അതായത് നോർമൽ നമ്മുടെ നെയിം കറക്ഷൻസ്, നെയിമിൽ മിസ്മാച്ച് വരുന്നത്. നെയിമിൽ മിസ്മാച്ച് വരുന്നത് ഒരു പരിധി വരെ KYCക്ക് ഇഷ്യൂ ഇല്ല. KYCക്ക് ഇഷ്യൂ ഇല്ല എന്ന് പറയുന്നത്, സപ്പോസ് നമ്മളുടെ ഇനീഷ്യൽ കൂടിയിട്ടാണ്, മുതിക്കേറിൽ നമ്മളുടെ പേര് ഇനീഷ്യൽ വെച്ചിട്ടാണുള്ളത്, ശ്രുതി R എന്നാണ് ഉള്ളത്. ഇനി നമ്മൾ കൊടുക്കുന്ന പ്രൂഫിനകത്ത് ആ ആറിന്റെ എക്സ്പാൻഷനും കൂടെ ഉണ്ട് എന്ന് കരുതി KYC റിജക്ട് ചെയ്യത്തില്ല, പക്ഷേ NEFT റിജക്ട് ചെയ്യും. അത് നമുക്ക് NEFTയിൽ പറയാം. ഓക്കെ. KYCക്ക് അങ്ങനെ ഇഷ്യൂ ഇല്ല. KYCക്ക് ഇഷ്യൂ ഉള്ളത് എപ്പോഴാണെന്ന് വെച്ചാൽ, ഇപ്പൊ ശ്രുതി എന്നാണ് എന്റെ പേര്, മോദികേറിലെ പേര് ശ്രുതി എന്നാണ്. അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റിനകത്ത് ശ്രുതി R അല്ലെങ്കിൽ ആ ആറിന്റെ എക്സ്പാൻഷൻ ഉണ്ടെങ്കിൽ അത് റിജക്ട് ചെയ്യും. കാരണം അതൊരു ഫോറിൻ ഒരു എക്സ്ട്രാ സബ്ജക്ട്, ഒരു നെയിം ആണ് അതിൽ വന്നേക്കുന്നത്. കാരണം മറ്റേതിനകത്ത് ഇനിഷ്യൽ ഉണ്ട്, ആ ഇനിഷ്യലിന്റെ എക്സ്പാൻഷൻ ആണ് വന്നേക്കുന്നത് നമുക്ക് പറയാം. എക്സ്ട്രാ ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വരുവാണെങ്കിൽ അത് അപ്രൂവ് ആകത്തില്ല. അതുപോലെ തന്നെ ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്യുമ്പോൾ, ഈ ഫോട്ടോ ഇമേജ് അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എല്ലാവരും ഗാലറിയിൽ നിന്ന് പോയി അറ്റാച്ച് ചെയ്യുക, പ്രോപ്പർ ഡോക്യുമെന്റ് അറ്റാച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫോട്ടോസ് ക്ലിയർ അല്ലാത്ത കൊണ്ടിട്ട് ചിലപ്പം ഇത് റിജക്ഷൻ വരും. ഇനി എങ്ങനെയൊക്കെയാണ് ഗൈഡ് ലൈൻസ് ടു അപ്ലോഡ് KYC. KYC നമുക്ക് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത്, എല്ലാവർക്കും അറിയാം എങ്ങനെയാണ് KYC അപ്ലോഡ് ചെയ്യുന്നത് എന്നുള്ളത്. KYC നമ്മൾ അപ്ലോഡ് ചെയ്യാൻ മോദിക്കേറിന്റെ ആപ്ലിക്കേഷൻ ത്രൂ അപ്ലോഡ് ചെയ്യാം, മോദിക്കേറിന്റെ വെബ്സൈറ്റ് ത്രൂ നമുക്ക് അപ്ലോഡ് ചെയ്യാം. മോദിക്കേറിന്റെ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം പ്രൊഫൈൽ ഓപ്ഷനിൽ പോയാൽ അപ്ഡേറ്റ് KYC എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണും. അതിൽ പോയി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ID പ്രൂഫും അഡ്രസ് പ്രൂഫും ചോദിക്കും. ID പ്രൂഫ് ഡോക്യുമെന്റ് സെലക്ട് ചെയ്യുക, ഡോക്യുമെന്റ് നമ്പർ കൊടുക്കുക, പ്രൂഫ് അറ്റാച്ച് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനി അതിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ PDF ഫോർമാറ്റിൽ അറ്റാച്ച് ചെയ്യരുത്. JPGയോ .jpg ഗിഫ് ഇമേജോ PNG ഫോർമാറ്റിലോ എങ്ങനെ വേണമെങ്കിലും അറ്റാച്ച് ചെയ്യാം. മാക്സിമം ഫയൽ സൈസ് 2 MB ആയിരിക്കണം. മാക്സിമം ഫയൽ സൈസ് 2 MB ആയിരിക്കണം. ഓക്കെ, അത് ശ്രദ്ധിച്ചാൽ മതി. ഇനി ഏതൊക്കെ സിറ്റുവേഷനിലാണ് KYC റിജക്റ്റ് ആവുക എന്നുള്ളതാണ് പറയുന്നത്. ഞാനിപ്പോ നേരത്തെ പറഞ്ഞില്ലേ, ഡോക്യുമെന്റ് ചിലപ്പോൾ ഫയൽ സൈസ് കൂടി അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാല് ഫയൽ ഫോർമാറ്റ് റോങ് ആയിപ്പോയി. അപ്പൊ നമുക്ക് വെരിഫൈ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് സ്ക്രീൻ ഇങ്ങനെ ബ്ലാക്ക് സ്ക്രീൻ ആകും കാണിക്കുന്നുണ്ടാവുക. ഈ ഒരു സിറ്റുവേഷനിൽ വന്നാൽ KYC റിജക്ട് ചെയ്യും. എന്താ റിജക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ അറ്റാച്ച് ചെയ്ത ഡോക്യുമെന്റ് പ്രോപ്പർ ഫയൽ ഫോർമാറ്റ് അല്ല. നമ്മൾക്കത് വെരിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അത് ഈ പർട്ടിക്കുലർ കൺസൾട്ടന്റിന് തന്നെയാണോ എന്ന് വെരിഫൈ ചെയ്യാൻ യാതൊരു ഓപ്ഷനും അവിടെ ഇല്ല. സോ അതുകൊണ്ട് അത് റിജക്ട് ചെയ്യും. നെക്സ്റ്റ്, ID പ്രൂഫ് ഡോക്യുമെന്റ് അപ്ലോഡഡ് ഈസ് നോട്ട് ക്ലിയർ. അറ്റാച്ച് ചെയ്ത ഡോക്യുമെന്റ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ ഇത് റിജക്ട് ചെയ്യും. അത് പറയാൻ കാരണം, എനിക്ക് ഈ ഇമേജ് നോക്കിയാൽ മനസ്സിലാവും. പ്രൂഫ് ഉണ്ട്, ശരിയാണ്, എല്ലാം എഴുതിയിട്ടുണ്ട്, എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആളിന്റെ ഫോട്ടോയോ പേരോ ഡേറ്റ് ഓഫ് ബർത്തോ ഇതൊക്കെ സൂം ചെയ്താൽ പോലും കാണത്തില്ല. ഈ ഒരു ടൈപ്പിൽ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷുവർ ആയിട്ടും അത് റിജക്ട് ചെയ്യും. നെക്സ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഡോക്യുമെന്റ് ഒരെണ്ണം ആയിരിക്കും, ഡോക്യുമെന്റ് നമ്പർ കൊടുക്കുന്നതും അതിന്റെ ആയിരിക്കും, പക്ഷെ അറ്റാച്ച് ചെയ്ത ഡോക്യുമെന്റ് വേറെ വല്ലതും ആയിരിക്കും. ഈ ഒരു സിറ്റുവേഷനിൽ അത് റിജക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ആട്ടോ ഞാൻ പറയുന്നത്,
ഡോക്യുമെന്റ് ടൈപ്പ് നമ്മൾ ഇവിടെ നോക്കിയാൽ കണ്ടോ, ആധാർ കാർഡ് കൊടുത്തു, ഇവിടെ ആധാറിന്റെ നമ്പറും കൊടുത്തു, അറ്റാച്ച് ചെയ്ത ഡോക്യുമെന്റ് പാൻ കാർഡ് ആയിരിക്കും. ഈ സിറ്റുവേഷനിൽ വന്നാലും അത് റിജക്ട് ചെയ്യും. നെക്സ്റ്റ് കേസ് ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞു നിർത്തിയാണ്. അഡ്രസ് പ്രൂഫ് ചോദിക്കുന്നിടത്ത് നമ്മൾ ആധാർ കാർഡിന്റെ ബാക്ക് പേജ് കൊടുക്കും, ഫോട്ടോ ഐ ഡി പ്രൂഫായിട്ട് പാൻ കാർഡും കൊടുക്കും. ഇതാണ് കോമൺ എറർ ആണ്. ഇത് എല്ലാവരും ഫോളോ ചെയ്യുന്നത്, മിക്കവരും ഫോളോ ചെയ്യുമ്പോൾ ഈ ഒരു എററാണ് സംഭവിക്കാറുള്ളത്. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ആധാറിന്റെ ബാക്ക് പേജിൽ കൺസൾട്ടന്റിന്റെ പേരോ ഇമേജോ ഡേറ്റ് ഓഫ് ബർത്തോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ടിട്ടാണത് റിജക്ഷൻ വരുന്നത്. അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി. ഫ്രണ്ട് പേജും ബാക്ക് പേജും കൂടെ ഒരുമിച്ച് മെർജ് ചെയ്ത് അറ്റാച്ച് ചെയ്താൽ അങ്ങനെ ഒരു എറർ സംഭവിക്കത്തില്ല. കൺസൾട്ടന്റിന്റെ KYC അപ്രൂവ്ഡ് ആയി കിട്ടും. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ്, പേരിലുള്ള വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇപ്പം സർനെയിം കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പം രോഹിത് കുമാർ എന്നാണ് മോദിക്കേറിലെ പേര്, രോഹിത് ശർമ്മ എന്നാണ് പാൻ കാർഡിലെ അല്ലെങ്കിൽ KYCയിലെ പേര്, റിജക്റ്റ് ആവും. അതുപോലെ തന്നെ ഇപ്പം ഇനീഷ്യൽ ഇല്ലാണ്ടാണ് മോദിക്കേറി കൊടുത്തിരിക്കുന്നത്, നമ്മൾ അറ്റാച്ച് ചെയ്ത ഡോക്യുമെന്റിനകത്ത് ഇനീഷ്യൽ ഉണ്ട്, സ്വാഭാവികമായിട്ടും റിജക്ഷൻ വരും. ഇനി നെക്സ്റ്റ്, പ്രോപ്പർ ആയിട്ട് നമുക്ക് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. അഡ്രസ് പ്രൂഫായിട്ട് നമ്മൾ ആധാറിന് ഫ്രണ്ട് പേജും കൊടുത്തു, ബാക്ക് പേജും കൊടുത്തു. ശ്രദ്ധിച്ചായിരുന്നോ? അഡ്രസ് പ്രൂഫായിട്ട് നമ്മൾ അഡ്രസ്സിന്റെ ഫ്രണ്ട് പേജും കൊടുത്തു, ബാക്ക് പേജും കൊടുത്തു. ID പ്രൂഫായിട്ട് അഡ്രസ്സിന്റെ ഫ്രണ്ട് പേജ് മാത്രം കൊടുത്തു. എന്താ നമ്മൾ ഫ്രണ്ട് പേജും ബാക്ക് പേജും കൊടുത്ത എന്താന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബാക്ക് പേജ് മാത്രം കൊടുത്താൽ ഈ പർട്ടിക്കുലർ കൺസൾട്ടന്റിന്റെ തന്നെയാണെന്ന് നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഫ്രണ്ട് പേജും ബാക്ക് പേജും കൊടുത്തത്. ഇനി എല്ലാവരുടെയും ഈ ഒരു ടൈപ്പ് ആധാർ ആയിരിക്കത്തില്ല. ചിലരുടെ നല്ല നീണ്ട റെക്ടാങ്കിൾ ഷേപ്പിലുള്ള ആധാറായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വിഷയമില്ല, കാരണം അതിൽ മുകളിൽ അഡ്രസ് ഉണ്ടാവും, താഴെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഫോട്ടോയും ഒക്കെ ഉണ്ടാവും. അതും അക്സെപ്റ്റ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ്, അതാണ് ഈ ഒരു കേസിൽ ഉള്ളത്. എന്ന് വെച്ചാൽ ഈ ഒരു ടൈപ്പ് ആധാറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൺസൾട്ടന്റിന്റെ പേര് മുകളിൽ എഴുതിയിട്ടുണ്ടാവും, പേരും അഡ്രസ്സും ആധാറിന്റെ നമ്പറും ഉണ്ടാവും. സോ നമുക്ക് ഈസിലി അത് വെരിഫൈ ചെയ്യാൻ പറ്റും. ഫോട്ടോ ID പ്രൂഫായിട്ട് പാൻ കാർഡ് കൊടുത്താലും അത് അക്സെപ്റ്റ് ചെയ്യും. നെക്സ്റ്റ്, നമ്മൾ അഡ്രസ് പ്രൂഫായിട്ട് ആധാർ കൊടുത്തു, വോട്ടർ ID നമ്മൾ ഫോട്ടോ ID പ്രൂഫ് കൊടുത്തു. വോട്ടർ ID നമ്മൾ ഫോട്ടോ ID പ്രൂഫായിട്ട് വോട്ടർ ID കൊടുത്തു. ആധാർ കാർഡ് നമ്മൾ അഡ്രസ് പ്രൂഫായിട്ടും കൊടുത്തു. ഈ ഒരു സിറ്റുവേഷനിൽ ഇത് അപ്രൂവ് ആകും. അതിനോടൊപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ അപ്രൂവ് ആയ ഡോക്യുമെന്റിൽ നമ്മളിപ്പം വോട്ടർ ID, സപ്പോസ് കൺസൾട്ടന്റിന് വോട്ടർ ID ഇല്ലാന്നല്ല, ഏതെങ്കിലും കാരണവശാൽ അതിലെ പേരിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മുകളിൽ കൊടുത്ത സെയിം ആധാർ തന്നെ താഴെ കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ എന്താ പറയാ, വോട്ടർ ID തന്നെ കൊടുക്കണം എന്നൊന്നും നിർബന്ധമില്ല. ഈ ടൈപ്പ് ആധാർ ആണെന്നുണ്ടെങ്കിൽ സെയിം ഡോക്യുമെന്റ് തന്നെ താഴെ കൊടുത്താലും മതി. കാരണം ഈ ഒരു ഡോക്യുമെന്റിൽ കൺസൾട്ടന്റിന്റെ പേരുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ട്, അഡ്രസ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്കത് ഒന്നുകിൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ അഡ്രസ് പ്രൂഫായിട്ടും ID പ്രൂഫായിട്ടും കൊടുത്താലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഏതെങ്കിലും കാരണവശാല് അവരുടെ മറ്റു ഡോക്യുമെന്റിൽ പേര് വ്യത്യാസം ഉണ്ടാകുന്നുണ്ടെങ്കിൽ. ഓക്കെ. നെക്സ്റ്റ്, നമ്മൾ അഡ്രസ് പ്രൂഫ്, ഡ്രൈവിംഗ് ലൈസൻസ് നമ്മൾ അഡ്രസ് പ്രൂഫ് കൊടുത്തു, പാൻ കാർഡ് ID പ്രൂഫ് കൊടുത്തു, അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ. ഒരു കാരണവശാലും ഇനി ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോട്ടോ ID പ്രൂഫായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു, അഡ്രസ് പ്രൂഫായിട്ട് ഡ്രൈവിംഗ് ലൈസൻസിന്റെ ബാക്ക് പേജ് കൊടുക്കാറുണ്ട്. ചിലർ കൊടുക്കാറുണ്ട്, എല്ലാവരും ഒന്നല്ല, കുറച്ചധികം പേര് കൊടുക്കാറുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ അത് റിജക്ഷൻ വരും. കാരണം അഡ്രസ് പ്രൂഫ്, ഡ്രൈവിംഗ് ലൈസൻസിന്റെ അഡ്രസ് പേജിൽ പ്രത്യേകിച്ച് യാതൊരു ഇൻഫർമേഷനും ഇല്ല. നമ്മുടെ സിഗ്നേച്ചർ ഉണ്ടാവുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ അത് ഏത് ടൈപ്പ് ആണെന്നോ LMBയോ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് അതിനകത്ത് ഉണ്ടാവുള്ളൂ. ഓക്കെ. അതുകൊണ്ട് ബാക്ക് പേജ് ഒരിക്കലും ഡ്രൈവിംഗ് ലൈസൻസിന്റെ എവിടെയും അപ്ലോഡ് ചെയ്യരുത്. രണ്ടും ഫ്രണ്ട് പേജ് തന്നെ കൊടുത്താൽ മതി. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൂഫും അഡീഷണൽ ഉണ്ടെങ്കിൽ, സെയിം പേരുള്ളതുണ്ടെങ്കിൽ കൊടുത്താൽ മതി. ഈ ഒരു രീതിയിൽ ചെയ്താലും KYC അക്സെപ്റ്റ് ചെയ്യും. ഇനി നമുക്ക് ഇതിന്റെ സ്റ്റേറ്റസ് എങ്ങനെ അറിയാമെന്ന് നോക്കാം. ഏത് രീതിയിൽ ഇപ്പൊ ഒരു കൺസൾട്ടന്റിന്റെ KYC നമ്മൾ എന്തൊക്കെ പറഞ്ഞു? KYC എന്താണെന്ന് പറഞ്ഞു, KYC അപ്ലോഡ് ചെയ്യേണ്ടതിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു, മോദി കെയറിൽ KYC അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു,
KYC അപ്ലോഡ് ചെയ്യാൻ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആവശ്യമാണെന്ന് പറഞ്ഞു. അത് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എങ്ങനെയൊക്കെ അപ്ലോഡ് ചെയ്താൽ അക്സെപ്റ്റ് ചെയ്യും, ഏതൊക്കെ രീതിയിൽ അപ്ലോഡ് ചെയ്താൽ റിജക്ഷൻ വരും, ആ ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ അപ്ലോഡ് ചെയ്തത് ഇത് ക്ലിയർലി ഇത് അപ്രൂവ്ഡ് ആണോ അല്ലെങ്കിൽ റിജക്റ്റഡ് ആണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ അറിയാമെന്ന് നോക്കാം. ഒന്നുകിൽ നമുക്ക് മോദി കെയറിന്റെ വെബ്സൈറ്റിൽ ഓപ്ഷൻ ഉണ്ട്, www.modicare.com ഓപ്ഷനിൽ ലെഫ്റ്റ് സൈഡിൽ ആൻസർ ക്വയറീസ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ വെരി ഈസി മെത്തേഡ് ആണ്, ആസ്ക് റോഷ്നി ഓപ്ഷൻ ഉണ്ട്. ആസ്ക് റോഷ്നി ഓപ്ഷനിൽ ഇപ്പം ഒരു എന്റേത് മാത്രമല്ല, എന്റെ ടീമിലുള്ള അല്ലെ ആരുടെ വേണമെങ്കിലും നമുക്ക് KYC NEFT അപ്രൂവ്ഡ് ആണോ റിജക്റ്റഡ് ആണോ, റീസൺ കാണിക്കത്തില്ല ആസ്ക് റോഷ്നിക്കകത്ത്. അപ്രൂവ്ഡ് ആണോ റിജക്റ്റഡ് ആണോ എന്നേ നമുക്ക് കാണിക്കുള്ളൂ, പക്ഷെ അറ്റ്ലീസ്റ്റ് അതെങ്കിലും അറിയാൻ പറ്റും. മലയാളം ഓപ്ഷൻ ഉണ്ട് ആസ്ക് റോഷനിൽ, ഇംഗ്ലീഷും മലയാളം തമിഴ് തെലുങ്ക് എല്ലാ ഓപ്ഷൻസും ഉണ്ട്. അപ്പൊ ലാംഗ്വേജ് ചൂസ് ചെയ്യാം, ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ. അപ്പൊ അവരാദ്യം ചോദിക്കും ആർ യു എ മോദി കെയർ കൺസൾട്ടന്റ് എന്ന് ചോദിക്കും, യെസ് കൊടുക്കുക. നെക്സ്റ്റ് കുറച്ച് അധികം കാര്യങ്ങൾ ചോദിക്കും, ബിസിനസിനെ പറ്റി അറിയാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കും, അതും ഓക്കെ കൊടുക്കുക. എഗൈൻ അവർ ചോദിക്കും പുതിയൊരു സർവീസ് റിക്വസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഓർഡറിനെ പറ്റി അറിയാൻ, KYC യെ പറ്റി അറിയാൻ, NEFT യെ പറ്റി അറിയാൻ, ഇങ്ങനെ കുറെ ലിസ്റ്റ് തരും. അപ്പൊ നമ്മൾ അതിൽ KYC ക്ലിക്ക് ചെയ്യുക, എന്താണോ അറിയേണ്ടത് അത് ക്ലിക്ക് ചെയ്യാം. അതിന്റെ താഴെ MCA നമ്പർ ചോദിക്കും, ജസ്റ്റ് MCA നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് എൻ്റർ കൊടുത്താൽ അത് KYC അപ്രൂവ്ഡ് ആണോ റിജക്റ്റഡ് ആണോ എന്നുള്ള കാര്യങ്ങൾ എല്ലാം അറിയാൻ പറ്റും. സെയിം രീതി തന്നെയാണ് NEFTക്കും. ടീമിൽ ആരുടെ വേണമെങ്കിലും അറിയാൻ പറ്റും. അവരുടെ ID വേണ്ട, പാസ്വേഡ് വേണ്ട, ഒന്നും വേണ്ട. യൂഷ്വലി അവരുടെ IDയും പാസ്വേഡും വെച്ചിട്ടാണ് എല്ലാവരും നോക്കാറ്. ID പാസ്വേഡ് വെച്ചിട്ട് കയറിയാൽ നമുക്ക് ആൻസർ ക്വയറീസിൽ പോയാൽ എന്ത് റീസൺ കൊണ്ടിട്ടാണ് അത് റിജക്ട് ചെയ്തതെന്ന് അറിയാൻ പറ്റും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞ ആൻസർ ക്വയറീസ് ഓപ്ഷൻ ആണ് ഇത്. ആൻസർ ക്വയറീസ് ഓപ്ഷൻ വരുന്നത് മോദി കെയറിന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കിന്റെ ലോഗോ ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ക്വസ്റ്റ്യൻ മാർക്കിന്റെ ലോഗോ കേട്ടോ. ആ ക്വസ്റ്റ്യൻ മാർക്കിന്റെ ലോഗോ ഉള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതുപോലെ ഒരു സ്ക്രീൻ ഓപ്പൺ ആയിട്ട് വരും. ഈ ഒരു സ്ക്രീൻ കണ്ടോ, ഇതുപോലെ ഒരു സ്ക്രീൻ ഓപ്പൺ ആയിട്ട് വരും. ഈ സ്ക്രീനിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഓർഡർ, ഓഫർ ആൻഡ് കൂപ്പൺ, പ്രൊഫൈൽ, കമ്മീഷൻ, എംബാലറ്റ്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമ്മൾ KYCന്റെ ഡീറ്റെയിൽസ് അറിയേണ്ടത് കൊണ്ടിട്ട് നമ്മൾ പ്രൊഫൈൽ ഓപ്ഷനിൽ പോയി. പ്രൊഫൈൽ ഓപ്ഷനിൽ ഡ്രോപ്പ് ഡൗൺ മെനുവിൽ പോയാൽ വാട്ട് ഈസ് മൈ ബേസിക് KYC സ്റ്റേറ്റസ് എന്ന് ചോദിക്കും. അവിടെ വ്യൂ കൊടുത്താൽ KYC നമ്മൾ അപ്ലോഡ് ചെയ്ത എന്നാണ്, ഡോക്യുമെന്റ് നമ്പർ, നമ്മൾ ഏതൊക്കെയാണ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, അത് അപ്രൂവ്ഡ് ആണോ റിജക്റ്റ് ആണോ, എന്ന് അപ്രൂവ് ചെയ്തു, എന്ന് റിജക്ട് ചെയ്തു, എന്ത് റീസൺ കൊണ്ടിട്ട് റിജക്ട് ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഓപ്ഷനിൽ അറിയാൻ പറ്റും. ആൻസർ ക്വയറീസ് എന്നാണ് ഓപ്ഷന്റെ പേര്. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആണ് അതിന്റെ ലോഗോ. വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ക്വസ്റ്റ്യൻ മാർക്ക് ആണ് അതിന്റെ ലോഗോ വരും കേട്ടോ. നെക്സ്റ്റ് MLCയിൽ വിളിച്ചാലും MLC കോണ്ടാക്ട് ചെയ്താലും അറിയാൻ പറ്റും, ടോൾ ഫ്രീയിൽ കോണ്ടാക്ട് ചെയ്താലും അറിയാൻ പറ്റും. ഇതായിരുന്നു KYC. ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. KYC നമുക്ക് ഒരുപാട് ഓഫേഴ്സും പ്രൊമോഷൻസും വരുമ്പോൾ KYC അപ്രൂവ്ഡ് ആയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ആ എക്സ്ട്രാ PV ബെനിഫിറ്റ്സോ ഡബിൾ PV ബെനിഫിറ്റ്സോ ഒക്കെ കിട്ടുള്ളൂ. ഇനി KYC അപ്ലോഡ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, KYC അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ID പ്രൂഫ് ഉണ്ടായിരിക്കണം, അഡ്രസ് പ്രൂഫ് ഉണ്ടായിരിക്കണം. ID പ്രൂഫും അഡ്രസ് പ്രൂഫും ഏതൊക്കെയാണെന്ന് ഈ ഒരു ലിസ്റ്റിലുണ്ട്. ഇതിൽ ID പ്രൂഫും അഡ്രസ് പ്രൂഫും കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് KYC അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. KYC അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ പറയും കോമൺ എറേഴ്സ്, ഇന്ന എറർ കൊണ്ടിട്ടാണ് KYC റിജക്ഷൻ വരുന്നതെന്ന് പറഞ്ഞു. അപ്പം ആ റിജക്ഷൻ അവോയ്ഡ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഏതൊക്കെ രീതിയിൽ അപ്ലോഡ് ചെയ്താൽ KYC അപ്രൂവ് ആകുമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി അപ്ലോഡ് ചെയ്ത KYCന്റെ സ്റ്റേറ്റസ് അപ്രൂവ്ഡ് ആണോ റിജക്റ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഏതൊക്കെ സോഴ്സസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. സോ ഇതൊക്കെയായിരുന്നു KYC. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞാൻ ഈ സെഷൻ കഴിയുമ്പോൾ കുറച്ച് ടൈം തരാം. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട്സ് ക്ലിയർ ചോദിക്കാം കേട്ടോ. ഹാൻഡ് റൈസ് ചെയ്താൽ മതി, ഞാൻ അൺമ്യൂട്ട് ചെയ്ത് തരാം. ഓക്കെ. നെക്സ്റ്റ് NEFT നമ്മൾ പറയുന്നത് എന്താണ് NEFT?
നാഷണൽ ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ NEFT. ഓക്കെ, ചെക്കിനെക്കാട്ടിൽ വളരെ ഈസിയസ്റ്റ് മെത്തേഡ് ഓഫ് പേയ്മെന്റ് ആണ് NEFT. അതുപോലെ തന്നെ നമുക്ക് NEFT യൂഷ്വലി എല്ലാ മാസവും 9-ാം തീയതിയാണ് NEFT ക്രെഡിറ്റ് ചെയ്യുക. NEFT ക്രെഡിറ്റ് ചെയ്യുന്നതിൽ നമ്മൾ പറയാറുള്ളത് മിനിമം 100 റുപ്പീസ് വേണം എന്ന് പറയും. 100 റുപ്പീസ് വേണം എന്ന് പറയുന്നത് സബ്സിക്വന്റ്ലി അവർ കളക്ട് ചെയ്യുന്ന എമൗണ്ട് ആണ്. അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരു കൺസൾട്ടന്റിന് കഴിഞ്ഞ മാസം ഒരു 50 രൂപ ഉണ്ടായിരുന്നു, ഈ മാസം ഒരു 50 രൂപ ഉണ്ട്, 50 100 ആ കൺസൾട്ടന്റിന് 100 രൂപ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺസൾട്ടന്റ് ഡയറക്ടർ ലെവലിൽ താഴെയാണെന്നുണ്ടെങ്കിൽ കൺസൾട്ടന്റ് 13 PV ചെയ്തിരിക്കണം. 13 PV ചെയ്താൽ മാത്രമേ നമ്മൾ ആ എന്താ പറയാ അക്യൂമുലേറ്റഡ് ബോണസ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുള്ളൂ. ഓക്കെ, ഇനി എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ ബാങ്കിൽ അപ്ലോഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതെന്ന് പറയാം. ബാങ്ക് പാസ്ബുക്ക് അപ്ലോഡ് ചെയ്യാം, പ്രീ പ്രിന്റഡ് ചെക്ക് ലീഫ് അപ്ലോഡ് ചെയ്യാം, ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് അപ്ലോഡ് ചെയ്യാം. ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് വിത്ത് ബാങ്കിന്റെ സീൽ കേട്ടോ. ഇനി കയോസ് ID പ്രൂഫ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ബാങ്കിന്റെ പാസ്ബുക്കിൽ ശ്രദ്ധിക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്, ബാങ്കിന്റെ പേരുണ്ടായിരിക്കണം, അക്കൗണ്ട് നമ്പർ ഉണ്ടായിരിക്കണം, IFSC കോഡ് ഉണ്ടായിരിക്കണം. മോദി കെയറിൽ എങ്ങനാണോ പേര് കൊടുത്തിരിക്കുന്നത് ഡിറ്റോ നെയിം തന്നെ ആയിരിക്കണം പാസ്ബുക്കിനകത്തും ഉള്ളത്. ഇനിഷ്യലോ സ്പെഷ്യൽ ക്യാരക്ടറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ആയിരിക്കണം ബാങ്ക് പാസ്ബുക്കിലും പേരുണ്ടായിരിക്കേണ്ടത്. ഇല്ലെങ്കിൽ ബാങ്ക് അപ്രൂവ് ചെയ്യത്തില്ല. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പാസ്ബുക്കിൽ ഒരു റൗണ്ട് സീൽ ഉണ്ട്, ഒരു സിഗ്നേച്ചർ ഉണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് ഇതിൽ ഉണ്ടാവണം. അറ്റ്ലീസ്റ്റ് റൗണ്ട് സീലും സൈനും എങ്കിലും കാണണം, അല്ലെങ്കിൽ ബാങ്കിന്റെ പേര് കാണണം. യൂഷ്വലി സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്താന്ന് വെച്ചാൽ, നമ്മൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റിൽ, ഫോർ എക്സാമ്പിൾ പാസ്ബുക്ക് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്, അതില് കൺസൾട്ടന്റിന്റെ പേര് കറക്റ്റ് ആയിരിക്കും, അക്കൗണ്ട് നമ്പർ കറക്റ്റ് ആയിരിക്കും, IFSC കോഡ് കറക്റ്റ് ആയിരിക്കും, പിന്നെ പോരാത്തതിന് അഡ്രസ്സ് കാണും, ബ്രാഞ്ചിന്റെ കോഡ് കാണും, ഇമെയിൽ ID കാണും, ഫോൺ നമ്പർ കാണും, എല്ലാം കാണും. പക്ഷേ ബാങ്കിന്റെ പേരോ ഈ സീലോ സൈനോ ഒന്നും കാണത്തില്ല. ഇപ്പൊ ഒരു വെരിഫൈ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ജസ്റ്റ് ഒരു DTP പേപ്പർ എടുത്ത് DTP പ്രിന്റ് പോലെ നമുക്കത് തോന്നത്തുള്ളൂ. അതുകൊണ്ട് ബാങ്കിന്റെ സൈനും സീലും ഇല്ലാത്ത ഒരു ഡോക്യുമെന്റും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അത് അപ്ലോഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെന്റ് ഇതെല്ലാം കാണും, പക്ഷെ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കണ്ടോട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം നിങ്ങളത് സൂം ചെയ്ത് അറ്റാച്ച് ചെയ്യുന്നത്. നമുക്ക് ഓപ്ഷൻ ഉണ്ട്, സൂം ഇൻ ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് വ്യക്തമായ ഡോക്യുമെന്റ് മാത്രം അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ചെക്ക് ലീഫിൽ പ്രീ പ്രിന്റഡ് പേര്, അതായത് കൺസൾട്ടന്റിന്റെ പേര് കറക്റ്റ് ആയിട്ട് അതിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ടാവണം. എഴുതരുത്, സൈൻ ചെയ്യരുത് ചെക്കിലൊന്നും കേട്ടോ. ചെക്കിൽ എന്ന് വെച്ചാൽ പ്ലീസ് സൈൻ അബവ് എന്ന് കാണും, അതിന്റെ മേളിൽ സൈൻ ചെയ്തെന്ന് കരുതി ആ ഡോക്യുമെന്റ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതുപോലെ ചെക്ക് ലീഫ് ഇല്ല, ബാങ്ക് പാസ്ബുക്ക് ഇല്ല, ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, സ്റ്റേറ്റ്മെന്റിൽ ബാങ്കിൽ നിന്ന് സീൽ ചെയ്ത് തന്നാലും അതും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. അതുപോലെ കയോസ് ID പ്രൂഫ് ചിലർ കൊടുക്കുന്നുണ്ട്, CBI SBI BOI ബാങ്കിലൊക്കെ കൊടുക്കുന്നുണ്ട്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഇനി എങ്ങനെയാണ് ബാങ്കിന്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കുന്നത് നോക്കാം. മോദി കെയറിന്റെ വെബ്സൈറ്റ് ത്രൂ നമുക്ക് കൊടുക്കാം, മോദി കെയറിന്റെ ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് കൊടുക്കാം. മോദി കെയറിന്റെ വെബ്സൈറ്റിലായാലും ആപ്ലിക്കേഷനിലായാലും സെയിം രീതിയിൽ തന്നെയാണ് വരിക, സെയിം ഓപ്ഷൻസ് ആണ്. ലോഗിൻ ചെയ്തതിന് ശേഷം പ്രൊഫൈൽ ഓപ്ഷൻ പോവുക. പ്രൊഫൈൽ ഓപ്ഷന്റെ താഴെ അപ്ഡേറ്റ് NEFT എന്ന് പറഞ്ഞിട്ട് ഇനിയൊരു ഓപ്ഷൻ ഉണ്ട്. പ്രൊഫൈൽ ഓപ്ഷന്റെ താഴെ അപ്ഡേറ്റ് NEFT എന്ന് പറഞ്ഞിട്ട് ഇനിയൊരു ഓപ്ഷൻ ഉണ്ട്. അപ്ഡേറ്റ് NEFTയിൽ പോയാൽ നമുക്ക് ഇതുപോലെ ഒരു സ്ക്രീൻ കാണാൻ സാധിക്കും. ഈ ഒരു സ്ക്രീനിൽ എന്താണുള്ളതെന്ന് വെച്ചാൽ ബാങ്കിന്റെ ഡീറ്റെയിൽസ് നമ്മൾക്ക് ഫില്ല് ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് ഉള്ളത്. അവിടെ ഫസ്റ്റ് ചോദിക്കുന്നത്, ഇതും എല്ലാവരും മിസ്റ്റേക്ക് വരുന്നതാണ്, കൺസൾട്ടന്റ് നെയിം ഇൻ ബാങ്ക് അക്കൗണ്ട് എന്ന് ചോദിക്കുന്നത്. കൺസൾട്ടന്റിന്റെ പേര് ബാങ്കിൽ എങ്ങനെയാണോ അതുപോലെ അവിടെ എഴുതാനാണ് പറയുന്നത്. മിക്ക കൺസൾട്ടൻസും റോങ്ലി അത് ചിലപ്പോൾ വായിക്കുമ്പം കൺസൾട്ടന്റ് നെയിം ഇൻ ബാങ്ക് ഇത്രയും വായിച്ചിട്ട് നെയിം ഇൻ ബാങ്ക് എന്ന് മാത്രം, കൺസൾട്ടന്റ് ചിലപ്പോൾ നോക്കത്തില്ലായിരിക്കും, നെയിം ഇൻ ബാങ്ക് അക്കൗണ്ട് എന്ന് ചോദിക്കും. ഓ, ബാങ്കിന്റെ പേരാന്ന് വിചാരിച്ച് ബാങ്കിന്റെ പേര് എഴുതുന്നവരുണ്ട്. സോ അത് ശ്രദ്ധിക്കുക, കൺസൾട്ടന്റിന്റെ പേരാണ് അവിടെ എഴുതേണ്ടത്. ഇനി അതുപോലെ IFSC കോഡ് ചോദിക്കും. IFSC കോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത ഉടനെ തന്നെ ബാങ്കിന്റെ പേരും ബ്രാഞ്ചിന്റെ പേരും ബൈ ഡീഫോൾട്ട് ആയിട്ട് അവിടെ തന്നെ വരും.
അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അക്കൗണ്ട് നമ്പർ അഗെയിൻ നമ്മൾ ഒരു പ്രാവശ്യം കൂടി കൺഫർമേഷൻ ചോദിക്കും. ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാൻ ചോദിക്കും. ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യുക. ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്ത് സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന്റെ മുകളിൽ ഒരു ഗ്രീൻ കളറിൽ റെഫറൻസ് നമ്പർ ഒക്കെ വരും. റെഫറൻസ് നമ്പർ വന്നതിന് ശേഷം നമുക്ക് എന്താ ചെയ്യണ്ടേ? കൺസൾട്ടന്റിന് 24 hours മെസ്സേജ് വരും. അത് അപ്രൂവ്ഡ് ആണോ റിജക്റ്റഡ് ആണോ എന്നുള്ള കാര്യം 24 hours അറിയാൻ പറ്റും. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞാണ് എലിജിബിലിറ്റി ഫോർ ബോണസ്. ബോണസിന്റെ എലിജിബിലിറ്റി, കൺസൾട്ടന്റ് ക്യാൻ റിസീവ് ദർ ഏൺഡ് ബോണസ് ബൈ 9th of the subsequent month of closing for consultant whose accumulated bonus is ₹100 or more. 100 രൂപ അതിനു മുകളിലോ ബോണസ് ഉള്ള കൺസൾട്ടൻസിന് എല്ലാ മാസവും അതത് മാസം 9ാം തീയതി ബോണസ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 13 PV കൺസൾട്ടന്റിന്റെ മിനിമം PV 13 PV മെയിൻറ്റെയിൻ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മളത് എന്താ പറയുക അക്യുമുലേറ്റഡ് ബോണസ് ക്രെഡിറ്റ് ചെയ്യുള്ളൂ. ഇനി ഡയറക്ടർ ആൻഡ് എബോവ് ആണെന്നുണ്ടെങ്കിൽ 26 PV ചെയ്യണം. ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ NEFT-യില് വളരെ NEFT-ക്കൊപ്പം തന്നെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് KYC. KYCയും NEFT-യും ഒപ്പം തന്നെ അത് എന്തായിരിക്കണം? അപ്രൂവ്ഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ അക്കൗണ്ടിൽ പേയ്മെന്റ് വരത്തുള്ളൂ. NEFT 25ാം തീയതി അപ്രൂവ്ഡ് ആയിരിക്കണം. KYC 25ാം തീയതി അപ്രൂവ്ഡ് ആയിരിക്കണം. അതായത് ഇപ്പൊ ഒരു മാസം, ഈ മാസം ജൂലൈ മാസം 25ാം തീയതി വരെ NEFT അപ്രൂവ് ആയ കൺസൾട്ടന്റ് അല്ലെ NEFT-യും KYC-യും അപ്രൂവ് ആയ ഒരു കൺസൾട്ടന്റിനാണ് ഓഗസ്റ്റ് മാസം ബോണസ് വരിക. അത്രയും സിമ്പിൾ ആണ്. ഓക്കെ, 25ാം തീയതിയാണ് നമ്മുടെ ലാസ്റ്റ് ഡെഡ് ലൈൻ. ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആൻസർ ക്വയറീസ് ഓപ്ഷനിൽ നമുക്ക് KYC-ന്റെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. സിമിലർലി നമുക്ക് എന്താ പറയാ ആൻസർ ക്വയറീസ് ഓപ്ഷനിൽ NEFT-ന്റെ സ്റ്റേറ്റസും ചെക്ക് ചെയ്യാം. അതായത് ഈ കണ്ടോ, ഞാൻ നേരത്തെ ആ സ്ക്രീൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ മോദിക്കറിന്റെ വെബ്സൈറ്റിലുള്ള സ്ക്രീൻ. ഇവിടെ ഒരു ആൻസർ ക്വയറീസ് ഓപ്ഷൻ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടോ? ക്വസ്റ്റ്യൻ മാർക്ക് ഓപ്ഷൻ ചൂസ് ചെയ്യുക. ഇതിനകത്ത് ഓർഡർ, ഓഫർ, കൂപ്പൺ, പ്രൊഫൈൽ, കമ്മീഷൻ, MLT ചോദിക്കും. അതിൽ പ്രൊഫൈൽ ഓപ്ഷൻ ചൂസ് ചെയ്യുക. പ്രൊഫൈൽ ഓപ്ഷനിൽ വാട്ട് ഈസ് മൈ ബേസിക് NEFT സ്റ്റേറ്റസ് ചോദിക്കും. അത് വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാങ്കിന്റെ പേര്, പേയി നെയിം കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് കാണാൻ പറ്റും. ഏത് ബാങ്ക് ആണ്, ബ്രാഞ്ച് ഏതാണ്, IFSC കോഡ്, അക്കൗണ്ട് നമ്പർ, ഏത് ഡേറ്റിൽ സബ്മിറ്റ് ചെയ്തു, അതിന്റെ സ്റ്റേറ്റസ് എന്താണ്, അത് അപ്രൂവ്ഡ് ആണോ റിജക്റ്റഡ് ആണോ, അല്ലെങ്കിൽ റിജക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ എന്ത് റീസൺ കൊണ്ടിട്ട് റിജക്ട് ചെയ്തു, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതിൽ കാണാൻ പറ്റും. വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. കസ്റ്റമർ കെയറിൽ കോണ്ടാക്ട് ചെയ്യുന്നത് ഒരു പരിധി വരെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. സോ അത് ദയവേത് അത് യൂസ് ചെയ്യാൻ നല്ലൊരു ടൂളാണ് അത് വെബ്സൈറ്റിൽ. ഓക്കെ, ഇനി നമുക്ക് NEFT ഒക്കെ എന്താ മോഡിഫൈ ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. NEFT മോഡിഫൈ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ ഏതെങ്കിലും ഒരു കാരണവശാല് നമ്മൾ ബിസിനസ് ട്രാൻസ്ഫർ ചെയ്തു, ഇപ്പം നമ്മുടെ കോ ആപ്ലിക്കന്റിനെ മെയിൻ ആപ്ലിക്കന്റ് ആക്കി, അപ്പൊ നമ്മളുടെ അക്കൗണ്ട് ചേഞ്ച് ചെയ്യണം. അതുപോലെ തന്നെ കൺസൾട്ടന്റ് കണ്ടിന്യൂ ചെയ്തു വന്നിരുന്ന ഒരു ബാങ്ക് അക്കൗണ്ട് അവരത് ക്ലോസ് ചെയ്തു, വേറെ ബാങ്കിൽ അക്കൗണ്ട് എടുത്തു. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ബാങ്ക് മോഡിഫൈ ചെയ്യേണ്ടതായിട്ട് വരും. ബാങ്ക് മോഡിഫൈ ചെയ്യുന്നതിൽ എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മോദിക്കറിന്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ആപ്ലിക്കേഷനിൽ ഇല്ല കേട്ടോ, വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് അപ്ഡേറ്റ് NEFT നോർമലി എങ്ങനെയാണോ നമ്മൾ ബാങ്കിന്റെ എടുക്കുന്നത് സെയിം രീതിയിൽ തന്നെ അപ്ഡേറ്റ് NEFT കൊടുക്കുക. അതിനകത്ത് നമ്മളിപ്പോ ആ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്താൽ അത് നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻ കാണിക്കും. അപ്പൊ അതവിടെ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ട് അക്കൗണ്ട് നമ്പർ, പേര്, IFSC എല്ലാം കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് നമ്പറിൽ ഒരു OTP വരും. OTP ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് അഗെയിൻ വീണ്ടും ഒന്നും കൂടെ സബ്മിറ്റ് ചെയ്താൽ 24 hours അതും ക്ലിയർ ചെയ്ത് വരും. ഓക്കെ, അതുപോലെ തന്നെ എല്ലാവർക്കും അവരവരുടെ ഫോൺ നമ്പറിലും ഇമെയിൽ IDയിലും മെസ്സേജ് പോകും. ഇതുപോലെ NEFT അപ്രൂവ്ഡ് ആണ്, അല്ലെങ്കിൽ പേയ്മെന്റ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള മെസ്സേജസ്, നോട്ടിഫിക്കേഷൻസ് വരാറുണ്ട്. ഇനി ഏതൊക്കെ സിറ്റുവേഷനിലാണ് NEFT അപ്രൂവ് ആകുന്നത്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് NEFT റിജക്റ്റ് ആവുന്നത് എന്നുള്ള ഒരു ടേബിൾ ആണിത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് മസ്റ്റ് ബി ഇൻ ദ നെയിം ഓഫ് മെയിൻ ആപ്ലിക്കന്റ്. മെയിൻ ആപ്ലിക്കന്റിന്റെ പേരിൽ തന്നെ ആയിരിക്കണം ബാങ്ക് അക്കൗണ്ട്.
അതിൽ എന്തെങ്കിലും അഡീഷണൽ ഒരു സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് വന്നാൽ ബാങ്ക് അപ്രൂവ് ആകത്തില്ല. അതായത് എന്തെങ്കിലും സ്പെല്ലിംഗ് കറക്ഷനോ ഇനിഷ്യലോ സർനെയിമോ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വന്നാൽ ബാങ്ക് അപ്രൂവ് ചെയ്യത്തില്ല. അതുപോലെ ഹാൻഡ് റിട്ടൺ ബാങ്ക് പാസ്ബുക്ക് ഫോർ അതർ റീജിയൻ ഈസ് നോട്ട് അക്സെപ്റ്റബിൾ എക്സെപ്റ്റ് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു ആൻഡ് കാശ്മീർ ഒഴിച്ച് വേറെ ഒരു റീജിയനിലെയും ഹാൻഡ് റിട്ടൺ ബാങ്ക് പാസ്ബുക്ക് അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഹാൻഡ് റിട്ടൺ ബാങ്ക് പാസ്ബുക്ക് തന്നെയല്ല, അതിൽ എന്തെങ്കിലും ഓൾട്ടറേഷനോ ഓവർ റൈറ്റിങ്ങോ എന്തെങ്കിലും അതിൽ പാസ്ബുക്കിൽ ചെയ്തിട്ടുണ്ടെങ്കിലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് IFSC കോഡും അക്കൗണ്ട് നമ്പറും പേരും എല്ലാം പ്രിന്റഡ് ആയിരിക്കണം. ഇപ്പം കുറച്ചധികം മെർജിങ് കേസസ് വരുന്നുണ്ട്. സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്കിലോട്ട് മെർജ് ആയിട്ടുണ്ട്, വിജയ ബാങ്ക് മെർജ് ആയിട്ടുണ്ട്. ഇങ്ങനെ കുറച്ചധികം മെർജിങ് കേസസ് വരുന്നുണ്ട്. സോ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ എല്ലാവരുടെയും ബാങ്ക് മോഡിഫൈ ചെയ്യണം. ബാങ്ക് മോഡിഫൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ അറ്റാച്ച് ചെയ്ത ഡോക്യുമെന്റിൽ പുതിയ ബാങ്കിന്റെ ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കണം. പുതിയ ബാങ്കിന്റെ ഡീറ്റെയിൽസ് പേന കൊണ്ട് എഴുതിയതല്ല, ബാങ്കിൽ നിന്ന് സീൽ ചെയ്ത് തന്നെ കളക്ട് ചെയ്യണം. അവരുടെ കയ്യിൽ ഒരു സിംഗിൾ സീൽ കാണും. അതായത് ഇപ്പൊ കാനറ ബാങ്ക് ഇന്ന ബ്രാഞ്ച് IFSC കോഡ് എല്ലാം ഉള്ളത് കാണും. ബാങ്കിന് പറയും എഴുതി തരാം അത് മതി എന്ന് പറയും. ദയവേത് അത് കളക്ട് ചെയ്യരുത്, അവരുടെ കയ്യിൽ സീൽ ഉണ്ടാവണം. സീൽ ഉണ്ടാവും. അപ്പൊ സീൽ ചെയ്ത് തന്നെ ഡോക്യുമെന്റ് കളക്ട് ചെയ്യുക, റീ അപ്ലോഡ് ചെയ്യുക. എഗെയിൻ നമ്മൾ ഈ മാസം കുറച്ചധികം പേരുടെ മെർജിങ് ആയതുകൊണ്ട് പേയ്മെന്റ് ഇഷ്യൂ വന്നിട്ടുണ്ട്. നമ്മൾ നെക്സ്റ്റ് അറ്റംപ്റ്റ് 22 ചെയ്യുന്നതാണ്. സോ അതിനു മുന്നേ എല്ലാവരും ബാങ്ക് ക്ലിയർ ചെയ്യുക. മെർജ് ആയവരുടെ മാത്രമാണ് കേട്ടോ റീ അറ്റംപ്റ്റ് വരുന്നത്. ഇനി അതുപോലെ ബാങ്കിന്റെ പാസ്ബുക്ക് ഇല്ലാത്തവർക്ക് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് വിത്ത് സീല് അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. മോദി കെയറിലെ പേരും ബാങ്കിലെ പേരും സെയിം തന്നെ ആയിരിക്കണം. എന്തെങ്കിലും, അതായത് ഇപ്പൊ നമ്മളിപ്പോ പറയും, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഗിവൺ നെയിം, മിഡിൽ നെയിം, സർനെയിം 3 പേരുള്ളവർക്ക് ഇതില് 2 പേര് വന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഗിവൺ നെയിം ഉണ്ടായിരിക്കണം, സർനെയിമും ഉണ്ടായിരിക്കണം. മിഡിൽ നെയിം അവോയ്ഡ് ചെയ്താൽ നമ്മൾ ബാങ്ക് അപ്രൂവ് ചെയ്യും. പക്ഷേ ഗിവൺ നെയിമും മിഡിൽ നെയിമും മാത്രമേ ഉള്ളൂ, സർനെയിം കളഞ്ഞാൽ ബാങ്ക് അപ്രൂവ് ചെയ്യത്തില്ല. അത് ഞാൻ പറഞ്ഞുതരാം, ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇതിപ്പോ ഒരു നമ്മളുടെ നാട്ടിലുള്ള ആരുടെങ്കിലും പേരെടുത്താൽ മതി. ഇപ്പം ആൻസി സൂസൻ സണ്ണി എന്നാണെന്ന് വെച്ചോ. മോദി കെയറിലെ പേര് ആൻസി സൂസൻ സണ്ണി എന്നാണ്, ബാങ്കിലെ പേരും സെയിം തന്നെയാണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ബാങ്കിലെ പേര് ആൻസി ആൻസി സണ്ണി എന്നാണ്, മോദി കെയറിലെ പേര് ആൻസി സൂസൻ സണ്ണി എന്നാണ്. അങ്ങനെ വന്നാലും അക്സെപ്റ്റ് ചെയ്യും. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, മിഡിൽ നെയിം ഒഴിവാക്കിയിട്ട് സർനെയിമും ഗിവൺ നെയിമും വന്നാൽ അക്സെപ്റ്റ് ചെയ്യും. അതുപോലെ സൺ ഓഫ്, ഡോട്ടർ ഓഫ് അങ്ങനെ ഉണ്ടെങ്കിലും അക്സെപ്റ്റ് ചെയ്യും. പേര് ഇനിഷ്യൽ വന്നിട്ട് മോദി കെയറിൽ ഇനിഷ്യൽ ആണ്, ബാങ്കിൽ അതിന്റെ എക്സ്പാൻഷൻ ആണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യത്തില്ല, തിരിച്ചും അക്സെപ്റ്റ് ചെയ്യത്തില്ല. മോദി കെയറിൽ എക്സ്പാൻഷൻ ആണ്, ബാങ്കിൽ ഇനിഷ്യൽ ആണെന്നുണ്ടെങ്കിലും അക്സെപ്റ്റ് ചെയ്യത്തില്ല കേട്ടോ. കറക്റ്റ് പേര് തന്നെ ആയിരിക്കണം, എക്സാക്ട് പേര് തന്നെ ആയിരിക്കണം. ഓക്കെ, സോ അതാണ് NEFT. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ ഇത് ക്ലിയർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് KYC NEFT ഗൈഡ് ലൈൻസിനെ കുറിച്ചിട്ടാണ്. ഒരു KYC റിക്വസ്റ്റ് വന്നാൽ അല്ലെങ്കിൽ NEFT റിക്വസ്റ്റ് വന്നാൽ ഏതൊക്കെ രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്താൽ അത് അപ്രൂവ് ആകും, ഏതൊക്കെ രീതിയിൽ നമ്മൾ ചെയ്താലാണ് അത് റിജക്റ്റ് ആവുക. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെഷൻ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ദയവേത് എല്ലാവരും ടീമിലേക്ക് പ്രൊമോട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള സെഷൻസ് നമ്മൾ എല്ലാ ഫ്രൈഡേയ്സും എടുക്കുന്നതാണ്. ടീമിലേക്ക് ദയവേത് പ്രൊമോട്ട് ചെയ്യുക, എല്ലാവരും അറ്റൻഡ് ചെയ്യുക. ന്യൂ ജോയിനേഴ്സിന്റെ ഇടയിൽ കഴിവതും അത് യൂട്ടിലൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, സോ താങ്ക് യു.